മധുരയിൽ നിന്നും 120 കിലോമീറ്റർ അകലെ തൂത്തുക്കുടി ജില്ലയിലെ കഴുകുമലയിലേക്കാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കഴുകുമല ഗ്രാമത്തിലെ മധ്യഭാഗത്ത് ഒരു കുന്നാണ്. അതിൻ്റെ അടിത്തട്ടിൽ ഒരു കുളവുമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ആ കുന്നിൻ്റെ ഗംഭീരമായ കാഴ്ച നിങ്ങൾക്ക് ആസ്വദിക്കാനാകും. ആ കുന്നിലേക്ക് പടി കയറി ചെല്ലുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട എപ്പിസോഡിൽ കാണിച്ച പോലെ, അതായത് ചിതറാൽ ജെയിൻ ടെമ്പിളിലെ പാറയിൽ കൊത്തിയ ശിലകൾ പോലെ ഇവിടെയും തീർത്ഥങ്കന്മാരെയും യക്ഷകളെയും കാണാൻ സാധിക്കും. അത്രയും ഉയരത്തിൽ അവരതെങ്ങനെ കൊത്തിയെടുത്തു എന്നുള്ളത് അതിശയം തന്നെ. വളരെ മൈനോറിറ്റി മാത്രമുള്ള തമിഴ്നാട്ടിലെ ജൈനമതം. ഏകദേശം 25,000-ലധികം ജൈൻ മതവിശ്വാസികളെ തമിഴ്നാട്ടിലേ ഉള്ളൂ. അതിൽ പലതും ഉത്തരേന്ത്യയിൽ നിന്നും വന്നിട്ടുള്ളവർ. ഈ സ്ഥലത്തിന് മുകളിലേക്ക് ഒരുപാട് പടി കയറി ചെന്നാൽ ഒരു പിള്ളയാർ ക്ഷേത്രവും മുകളിൽ കാണാൻ സാധിക്കും. ഞാനത് മുകളിൽ പോയി ഷൂട്ട് ചെയ്തിരുന്നെങ്കിലും ചില സംവിധായകർക്കുണ്ടായ പോലെ ആ ഫൂട്ടേജുകൾ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. ഈ കൊത്തുപണികൾ 5 നൂറ്റാണ്ടുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഈ നിർമ്മിതിയുടെ ശിലയിൽ വട്ടെഴുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മലയുടെ മറുവശത്ത് ശിവക്ഷേത്രമായ വെട്ടുവൻകോയിലും നിഗൂഢതകൾ നിറഞ്ഞതായി അവശേഷിക്കപ്പെടുന്നുണ്ട്. ജൈന ക്ഷേത്ര പരിസരത്തിൽ നിന്നും നടന്നാണ് ഈ വെട്ടുവൻകോയിലിലേക്ക് എത്തിച്ചേരുക. വാനരന്മാർ ഓട്ടവും ചാട്ടവും വികൃതികളുമായി സമയം ചെലവിടുന്നത് കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വെട്ടുവൻകോയിലിലേക്ക് ലക്ഷ്യമിട്ടു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ അണ്ണാമലയൻജി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ചൂടത്തൊരു ഐസ്ക്രീം അതെല്ലാം കഴിച്ച് ഞങ്ങൾ വെട്ടുവൻകോയിൽ കാണാൻ നടന്നു. ഈ വെട്ടുവൻകോയിലിനെ തെക്കിൻ്റെ എല്ലോറ എന്നും വിളിക്കുന്നു. നിർമ്മിതിയുടെ കാര്യത്തിൽ ഒരെത്തും പിടിയും കിട്ടാത്ത ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ നിലവിലുണ്ട്. ഏകശിലാ ക്ഷേത്ര നിർമ്മിതികളിൽ ഉൾക്കൊള്ളുന്ന എല്ലോറ ക്ഷേത്രം, മഹാബലിപുരത്തെ ക്ഷേത്രം എന്നിവ പോലെ ഇപ്പോഴും നിലകൊള്ളുന്ന ഒന്നാണ് കഴുകുമല ക്ഷേത്രം. എനിക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാനിവിടെ ചോദിക്കുന്നു. കഴുകുമലയിലെ ജൈനികർ എപ്പോഴാണ് അകന്നു പോയത്? മധുരയിലെ ജൈനികർക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇവിടെ തീർത്ഥങ്കരുടെ ഗാലറി നിലകൊള്ളുന്നത്? ആരാണ് ശിവക്ഷേത്രം നിർമ്മിച്ചത്? എന്തുകൊണ്ട് ആ ക്ഷേത്രം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല? ഇത്തരത്തിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഈ കഴുകുമല. കൈലാസനാഥ ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2017 ഞാൻ പോയപ്പോൾ എടുത്ത യാത്രയിലെ ചില വീഡിയോ ക്ലിപ്പുകൾ ഇതിനോടൊപ്പം ചേർക്കുന്നു. ഉച്ചവെയിൽ ചൂടുകൊണ്ട് ഞങ്ങൾ കഴുകുമല കണ്ടു തീർത്തു. ഇതുപോലുള്ള പാറയില്ലേ, ഈ പാറയിൽ നിന്ന് ടോപ്പിൽ നിന്നും താഴത്തോട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ടെമ്പിൾ. മഹാരാഷ്ട്രയിലുള്ള ഔറംഗാബാദിലുള്ള എല്ലോറ കേവ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ശിവ ടെമ്പിളാണ്. അതിൻ്റെ സ്ട്രക്ചർ ഇതേപോലെ തന്നെയാണ്. വലിയൊരു പാറയുടെ മുകളിൽ നിന്ന് കൊത്തിയെടുത്തിട്ട് ഒരു രൂപം ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അമ്പലമാണ് എല്ലോറ കേവ്. അതിൻ്റെ സെയിം സ്ട്രക്ചർ, ഫിനിഷിംഗ് ഉള്ള വർക്കുകളാണ് ഇവിടുത്തെ ടെമ്പിളിലും കാണാൻ പറ്റുന്നത്. 2 തരത്തിലുള്ള കഥകളൊക്കെ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട്. പണി തീരാത്ത ഒരു അമ്പലമാണ്. അതിന് മുമ്പിലൊരു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. പക്ഷെ അത് പിന്നീട് ഉണ്ടാക്കിയതായിരിക്കും. എനിക്ക് ഏകദേശം ഈ സ്ട്രക്ചറൊക്കെ കണ്ടിട്ടൊരു ശിവ ടെമ്പിളിൻ്റെ മോഡലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും സൗത്ത് ഇന്ത്യയിലത്തെ എല്ലോറയാണ് നമ്മളിപ്പോൾ
ഈ എപ്പിസോഡിൽ കണ്ടത്. 2017 ജനുവരിയിൽ ഞങ്ങൾ നടത്തിയ ആ എല്ലോറ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായ എല്ലോറയിലെ കാഴ്ചകളും നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ ഇവിടെ ഞാൻ യോജിപ്പിക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത് മുംബൈയിലെത്തി അവിടെ നിന്നും ഔറംഗാബാദിലെ എല്ലോറയിലേക്ക് വടാപ്പാവും കഴിച്ച് തിരക്കുള്ള ട്രെയിനിലും ബസ്സിലും ജീപ്പിലും ഓട്ടോയിലുമായി ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ഈ എപ്പിസോഡിലെ കഴുകുമലയെ പോലെ തന്നെ മുകളിൽ നിന്നും താഴത്തോട്ട് പണിതീർത്ത ഒറ്റക്കല്ലിലുള്ള ക്ഷേത്രമാണ് എല്ലോറ കൈലാസ ടെമ്പിൾ. ഇന്നും മനസ്സിലാകാത്ത കൈലാസ ടെമ്പിളും ബുദ്ധമതവും ജൈനമതവും ഒരുമിച്ച് സ്ഥിതി ചെയ്തിരുന്ന ഈ എല്ലോറ കേവ് വ്യത്യസ്തവും അത്ഭുതകരവും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്ഥലവുമാണ്. അത്തരത്തിൽ തിരികെ പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ട ദൂരെയുള്ള ഒരു ഫോർട്ടിലേക്കും ഞങ്ങൾ തിരഞ്ഞുപിടിച്ച് എത്തിച്ചേർന്നു. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് ഈ എല്ലോറ കേവ്. ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഇനി പുതിയ സ്ഥലത്തെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ എത്തും വരയ്ക്കും. ബൈ ബൈ.